പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സുധാ സജി. ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കിടുന്നത് ഒരു ചക്രവർത്തിയുടെ സ്വപ്നം എന്ന കഥയിലെ സെക്കൻഡ് പാർട്ടാണ്. ഇതിനു മുമ്പായി എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളിൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കഥയുടെ പാർട്ട് 1 കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. കഥയുടെ സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത് 3 നാട്ടുരാജാക്കന്മാരും പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ 3 പേരുടെ വിസിറ്റിംഗ് റൂമിൽ ഗൈഡിനെ വെയിറ്റ് ചെയ്ത് 3 പേരും ഇരിക്കുകയാണ്. ആ സമയത്തിനുള്ളിൽ അവർ ചർച്ച ചെയ്തത് തലേന്ന് രാത്രിയിൽ അനുഭവിച്ച ആ സുഖനിദ്രയിൽ പറ്റിയാണ്. അവർ പറഞ്ഞത്, അവർ ഭൂമിയിൽ അനുഭവിച്ച ഇത്രയും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മുറിയിൽ കിട്ടാത്ത ആ ഒരു സുഖം, ആ ഒരു സ്വർഗീയ ആനന്ദത്തോടു കൂടിയ ഈ ഒരു നിദ്ര, അതിനെപ്പറ്റി തന്നെയാണ് 3 പേരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് ഭൂമിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രജകളിലേക്കും ഇത് പങ്കിടണം എന്ന് പറഞ്ഞ് അവർ ആ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കെ ഗൈഡ് അവർക്കുള്ള ടാഗും ഡ്രസ് കോഡുമായിട്ട് അദ്ദേഹം കടന്നു വരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ ധരിച്ചിട്ട് വരിക, നിങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണം ഇവിടുത്തെ ഡൈനിങ് റൂമിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 3 പേരും ഗൈഡ് കൊണ്ടുവന്ന ഡ്രസ് കോഡും ടാഗും ധരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രഭാത ഭക്ഷണത്തിലേക്ക് പോയി. പ്രഭാത ഭക്ഷണം കഴിഞ്ഞു. അവിടെയും അവർക്ക് ഇതേ അനുഭവം തന്നെയാണ്. അവർ ഇത്രയും രുചിയേറിയ ഒരു ഭക്ഷണം അവർ കഴിച്ചിട്ടില്ല. ഇതിനെപ്പറ്റിയും അവർ ഒരു ഏകസ്വരത്തിൽ അവർ ആ ഗൈഡിനോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ പിന്നിൽ രഹസ്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉള്ള ഈ ഒരു ഞങ്ങളുടെ സ്വർഗരാജ്യം വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ആൻസർ നേരിട്ട് ബോധ്യപ്പെടും എന്ന് പറഞ്ഞു. അദ്ദേഹം അവരുമായിട്ട് സ്വർഗരാജ്യം കാണാനായുള്ള യാത്ര ആരംഭിച്ചു. അവരാദ്യം നടന്നു പോകുന്ന വഴിയിൽ അവർ കണ്ടത് സ്വർണ്ണ നെൽക്കതിരൽ ചൂടിയ വയലേലകളും സ്വർണ്ണ നിറങ്ങളാൽ നിബിഡമായ ഗോതമ്പ് പാടങ്ങളും ഒക്കെയാണ്. 1 ഇഞ്ച് കൃഷിസ്ഥലം പോലും അവിടെ വെറുതെ തരിശു ഭൂമിയായിട്ട് കിടക്കുന്നില്ല. കണ്ണിന് ഇത്രയും ആനന്ദം നൽകിയ ആ ഒരു കാഴ്ച അവർ 3 പേരെ ഒരുപോലെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ ഇത് സാധിക്കുന്നു, എന്താണ് ഇതിൻ്റെ രഹസ്യം? അപ്പം ഗൈഡ് പറഞ്ഞു, ഇവിടുത്തെ ഈ കൃഷിയിടങ്ങൾ ആർക്കും സ്വന്തമല്ല, ഇത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വത്താണ്. ഇത് നോക്കാനായിട്ട് ഞങ്ങൾക്ക് പ്രത്യേക ആൾക്കാരുണ്ട്. ആ ഉദ്യോഗസ്ഥർ വന്നിട്ടാണ് ഇതെല്ലാം നേരിട്ട് നടത്തുന്നത്. അത് തന്നെയല്ല, ഇത് കൃഷി ചെയ്യാനായിട്ട് വിദഗ്ധരായ ആൾക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരാണ് ഇതെല്ലാം നേതൃത്വം നൽകുന്നത്. അവർ ചോദിച്ചു, ഇത്രയും ഫലഭൂഷ്ഠം നിറഞ്ഞ ഈ ഒരു കൃഷിയിടങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ ഏത് രാസവളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഞങ്ങൾക്ക് ഭൂമിയിൽ ചെന്നിട്ട് ഇത് അപ്ലൈ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ രാസവളം ബാൻഡാണ്, ഇവിടെ ഉള്ളത് ജൈവവളമാണ്. അവർ ചോദിച്ചു, എന്താണ് ഈ ജൈവവളം? അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ഇവിടുത്തെ ഓരോ ഗൃഹങ്ങളിലെയും ഓരോ ഹോട്ടലുകളിലെയും ബയോ വേസ്റ്റ്, ആ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ രാജ്യത്ത് റെപ്രസെൻ്റ് ചെയ്ത് ഉദ്യോഗസ്ഥരെ വെച്ചിട്ടുണ്ട്. അവരിത് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഇതിനോട് ചേർന്ന്, അതായത് നമ്മുടെ ഇവിടുത്തെ പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം, ഗോമൂത്രം, തൈര്, നെയ്യ്, പാല് ഇതൂടെ മിശ്രിതമാക്കിക്കൊണ്ട് അതിനുള്ള ഫാക്ടറികൾ ഇവിടെ ഉണ്ട്. അത് മിശ്രിതമാക്കി വളമാക്കുകയും ആ ജൈവ വളമാണ് ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുവഴി ഞങ്ങളുടെ ഭൂമിയുടെ സുരക്ഷിതത്വമുണ്ട്. അതിൽ കിട്ടുന്ന വിഭവങ്ങളിലൂടെ ഞങ്ങളുടെ എല്ലാ ആരോഗ്യവുമാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത്. അത് കേട്ടപ്പോൾ ഇവർക്ക് 3 പേരും ഇതുവരെ അവിടെ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്ന കൃഷിയെ പറ്റി എല്ലാം അവർ കേട്ടിട്ട് തല കുനിച്ചു. 3 പേരും എത്ര കരുതലാണ് ഈ രാജ്യത്ത് ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി, എത്ര കരുതലാണ് ഈ സ്വർഗരാജ്യത്ത് ചെയ്യുന്നത്. 3 പേരും തമ്മിൽ പറയാതെ കൈമാറുന്ന ഒരു കുറ്റബോധം ഉണ്ടല്ലോ, അതാണ് അവർക്ക് 3 പേർക്കും ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് അവർ മുന്നോട്ട് പോയപ്പം വീടുകളിൽ കാണുകയാണ്. ചോദിച്ചു, ഇവിടുത്തെ വീടുകളെല്ലാം ഏകദേശം ഒരേപോലെ വലിപ്പമാണല്ലോ, ഇവിടെ ധനികരായിട്ട് ആരും ഇല്ലേ? ധനത്തെ സിംബലൈസ് ചെയ്യുന്ന ദന്തഗോപുരങ്ങളും സമുച്ചയങ്ങളും ഒന്നും ഇവിടെ ഇല്ലല്ലോ, എന്താ ഇതിൻ്റെ പിന്നിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ധനികരൊരിക്കലും അവരുടെ ധനം കാണിക്കുന്നത് ബഹുനില കെട്ടിടങ്ങളിലോ ദന്തഗോപുരങ്ങളോ സ്വർണ്ണഗോപുരങ്ങളോ ഒന്നും മറ്റുള്ളവരെ കാണിക്കാൻ പ്രദർശന വസ്തു ഒരിക്കലും അവരുടെ ധനം ഉപയോഗിക്കുന്നത് പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കും പുതിയ പുതിയ ഇൻഡസ്ട്രീസും രാജ്യത്തിലെ വരുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിത മാർഗത്തിലേക്കുള്ള ദീപം തെളിയിക്കാനാണ് ഞങ്ങളുടെ ഇവിടുത്തെ ധനം ഉപയോഗിക്കുന്നത്. അതുവഴിയാണ് അവർ ഷെയർ
ചെയ്തിട്ട് മറ്റുള്ളവർക്കൂടെ ജീവിതം കൊടുത്ത് മാർഗദർശിയായിട്ടാണ് അവരുടെ ധനത്തെ അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം പരസ്പര സ്നേഹത്തോടെയും ആ പരസ്പര ബഹുമാനവും അനുകമ്പയും എല്ലാമായി ഞങ്ങൾ ജീവിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ്. ഇവിടുത്തെ ഷെയറിംഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിജയം എന്ന് പറയുന്നത്. ഇന്ന് യാത്ര തുടരവേ അവർ കാണുന്നത് എല്ലാ വീടുകളുടെയും അടുക്കളയായിട്ട് ബന്ധപ്പെട്ട ഒരു ഉള്ള സ്ഥലത്ത് അവരെല്ലാം അവരവരുടെ വീടിന് ആവശ്യമായ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ വീടുകളിലും അതവർ കണ്ടു പോവുകയാണ്. അതായത് ഒന്നും പുറമേ നിന്ന് മേടിക്കേണ്ട, എല്ലാം ആ വീടുകൾ ആൾക്കാർ തന്നെ കൃഷി ചെയ്ത് അവരവർക്ക് ആവശ്യമായ പച്ചക്കറികൾ അവർ കൃഷി ചെയ്തെടുക്കുന്നു. അടുത്തത് ഈ 3 നാട്ടുരാജ്യക്കാരുടെ സംശയം എന്താണ്, ഇവിടെയൊക്കെ ഹോസ്പിറ്റലുകളൊന്നുമില്ലേ? ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒരു 10 വീട് അല്ലെങ്കിൽ ഒരു 50 വീട് കഴിയുമ്പോൾ വലിയ ബഹുനില ഞങ്ങളുടെ ഹോസ്പിറ്റലുകളാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ അത് ഞങ്ങൾ ഇതുവരെ കണ്ടില്ലല്ലോ, കാണിക്കാമല്ലോ. അങ്ങനെ ഗൈഡ് കാണിക്കുന്നത് ഒരു 10 മുറിയുള്ള ഒരു സാധാരണ ഒരു വീടിൻ്റെ വലിപ്പത്തുള്ള ഒരു ആരോഗ്യ കേന്ദ്രം. 3 പേരും അതിശയിക്കുകയാണ്, ഇത് മതിയോ ഇവിടുത്തെ ചികിത്സയ്ക്ക് ആൾക്കാരുടെ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കിത് മതി. ഒരാളുടെ ആദ്യം അസുഖം, ഒരു ജനങ്ങളിൽ നമുക്ക് അസുഖം വരുന്ന എപ്പോഴാണ്? നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് ഏറ്റവും ശുദ്ധിയാകേണ്ടത്. ആഹാരം ശുദ്ധിയാവുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും ശുദ്ധത വരും. അതാണ് ഞങ്ങളുടെ തിയറി. അതായത് ഞങ്ങൾ വിഷമുള്ള യാതൊരു ആഹാരവും പ്രായഭേദമന്യേ ഞങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല. ഞങ്ങളുടെ കൃഷിയിടങ്ങൾ ശുദ്ധമാകുമ്പോൾ, ഫലങ്ങളും ശുദ്ധമാകുമ്പോൾ അത് കഴിക്കുന്ന ഞങ്ങളുടെയും ആരോഗ്യം ശുദ്ധിയാവുന്നു. അത് ആ ഒരു തിയറിയാണ് ഇവിടെ. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാത്തിനും തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ഇവിടെ അലോപ്പതിയുണ്ട്, ആയുർവേദമുണ്ട്, ഹോമിയോ ഉണ്ട്, പാരമ്പര്യ ചികിത്സയുണ്ട്. അപ്പം ചുശൂനാണ് ഇവിടെ അത് പ്രാവർത്തികമാക്കുന്നത്. അതായത് ഇവിടെ ഒരു ടേബിൾ ഇട്ടാൽ ഇത്രയും പാനൽ ഡോക്ടേഴ്സ് ആണ് അവിടെ ചുറ്റും ഇരിക്കുന്നത്. അഥവാ ഞങ്ങൾക്ക് രോഗം അങ്ങനെ വരാറില്ല. ഇൻ കേസ് എന്തെങ്കിലും വന്നാൽ, ഒരു പേഷ്യൻ്റ് അവിടെ വന്നാൽ ഞങ്ങളുടെ ഇവിടുത്തെ ചികിത്സാരീതി, അവർ ആ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എടുത്തിട്ട് അവർ ആദ്യം ഇത്രയും പാനൽ ഡോക്ടേഴ്സ് ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഈ ഒരു അസുഖത്തിന് ഏത് മോഡാണ് കൊടുക്കേണ്ടത്. അവിടെ ഒരു ഈഗോ ക്ലാഷ് ഇല്ല, ഞാൻ വലുത് അല്ലെ എൻ്റെ ട്രീറ്റ്മെൻറ്റാ മെച്ചം എന്നുള്ള ഒരു തർക്കവും അവിടെ ഇല്ല. 4 പേരോട് ഡിസ്കസ് ചെയ്തിട്ട് അവർ തന്നെ തീരുമാനിക്കും, ഇന്ന മെഡിസിൻ നമുക്ക് കൊടുത്തു നോക്കാം. അങ്ങനെ അവർ ആ ഒരു ചികിത്സ കൊടുത്തിട്ട് എത്രയും വേഗം അത് ചികിത്സ ഭേദപ്പെടുത്തുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. കേട്ടപ്പോൾ ഈ കഥ കേൾക്കുന്ന നമ്മിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ഞാൻ പറയുന്ന എനിക്കുണ്ടാകുന്ന കൗതുകം തന്നെയാണ്. സ്വർഗത്തിലെ ഗൈഡ് വിവരിച്ചു കൊടുത്ത ആ 3 നാട്ടുരാജാക്കന്മാർക്കുണ്ടായ കൗതുകം എന്തുമാത്രമാണ് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഹോസ്പിറ്റലിലെ വിസിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നാട്ടുരാജാക്കന്മാർ യാത്ര തുടരവേ ചോദിച്ചു, ഇവിടുത്തെ ജനങ്ങളുടെ കലാപരമായ കഴിവിനെ എങ്ങനെയാണ്, അതിനും അതിൻ്റെതായ ഞങ്ങൾ മൂല്യം കൊടുക്കുന്നുണ്ട്. ഇവിടെയും ഇവിടെ സിനിമയുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടുത്തെ സിനിമ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭൂമിയിലെ സിനിമയെ പോലെ വാല്യൂസിന് ഊന്നൽ കൊടുത്ത രീതിയിലുള്ള സിനിമകൾ മാത്രമേ ഇവിടെ ഞങ്ങൾ പ്രദർശിപ്പിക്കുകയുള്ളൂ. കാരണം ഞങ്ങളുടെ ഭാവി തലമുറയെ ഒരിക്കലും അവരുടെ ധർമ്മമൂല്യത്തിൽ നിന്നും ആ സ്നേഹത്തിൻ്റെ വാല്യൂവിനും പരസ്പര സ്നേഹത്തിൻ്റെയും ആ ഒരു മൂല്യത്തിന് ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന രീതിയിലുള്ള സിനിമകൾ മാത്രമേ ഞങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ നടന്മാരെന്ന് പറയുന്നത് ഒരു പ്രായം, അതായത് ഒരു കൃത്രിമത്വം ഇവിടെ അനുവദിക്കില്ല. ഒരു നടൻ അദ്ദേഹത്തിന് എത്ര പ്രായമാണോ ഉള്ളത് ആ പ്രായത്തിനനുസരിച്ചുള്ള റോളേ ചെയ്യുന്നുള്ളൂ. ആ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിനെ കൃത്രിമത്വം കലർത്തി ആർട്ടിഫിഷ്യലായിട്ട് സൗന്ദര്യം കൂട്ടി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വേഷം ധരിച്ചിട്ട് വരുന്ന യുവ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കും വിധം അവർ ആ ഫീൽഡിൽ നിന്ന് മാറിക്കൊടുക്കുകയും ആ യുവ കലാകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന രീതിയിലുമാണ് ഞങ്ങളുടെ ഇവിടുത്തെ സിനിമാ ലോകം എന്ന് പറയുന്നത്. ഓരോ കലകൾക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്താണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കലാമൂല്യത്തെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം 3 നാട്ടുരാജാക്കന്മാരും ഗൈഡിനോടൊപ്പം ലഞ്ച് കഴിക്കാനായിട്ട് അവർ വീണ്ടും ഒത്തുകൂടി. 3 പേരും ഗൈഡും ഒപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ പോയി റെസ്റ്റ് ചെയ്യുക. വൈകിട്ടാകുമ്പം ഞാൻ വന്ന് നിങ്ങൾ വീണ്ടും സന്ധ്യാ സമയത്തെ നമ്മുടെ സ്വർഗത്തിലെ കുറച്ചുകൂടെ ഭംഗിയായി നമുക്ക് ആസ്വദിക്കാം. സന്ധ്യയ്ക്ക് ഞാൻ വന്ന് നിങ്ങളെ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഗൈഡ് അവിടുന്ന് തിരിച്ചു പോന്നു. അതിനുശേഷം ഈ 3 നാട്ടുരാജാക്കന്മാരും കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ ടേസ്റ്റിനെ പറ്റിയും ഒക്കെ 3 പേരോട് ചർച്ച ചെയ്യുകയാണ്.
ഇപ്പോൾ അവർ 3 പേരും പരസ്പരം പറഞ്ഞ ഒരു ആശയം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ അനുഭവിച്ചറിഞ്ഞ അത് എല്ലാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട സത്യാവസ്ഥ. ഇതെല്ലാം ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇത് നമ്മുടെ ഭൂമിയിലും അപ്ലൈ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ എത്രയോ ഈ മൂല്യത്തിൽ നിന്ന് നമ്മൾ 3 പേരുൾപ്പെടെയുള്ള നമ്മുടെ ഭൂമിയിലെ ജനസമൂഹം ഈ വാല്യൂ എല്ലാം ധർമ്മം, പരസ്പര സ്നേഹം, അനുകമ്പ, ഇത്രയും നമ്മളെ ഉള്ളിലെ ആ ഒരു ഈശ്വരഭാവത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് ഈ വികാരങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടെങ്കിൽ നമുക്കും ഈ ഒരു സ്വർഗീയ ജീവിതം തന്നെ നമ്മുടെ ഭൂമിയിൽ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ അവർ 3 നാട്ടുരാജാക്കന്മാരും അവരിൽ എത്തിച്ചേർന്ന ഈ ഒരു ഏകഭാവമാണ്. അതായത് നന്മയുടെ ഭാവം, കലർപ്പില്ലാത്ത നന്മ, ആരെയും വഞ്ചിക്കാത്ത നന്മ, ഒരേ ഒരു ലക്ഷ്യം മാത്രം, നമ്മുടെ നാടിനെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുക. അതായത് സാമൂഹ്യപരമായിട്ടും ധനപരമായിട്ടും മൂല്യവത്തായും ഏറ്റവും മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാകത്തക്ക രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഉയർത്തുക എന്നതാവണം ഈ 3 ദിവസത്തെ വിസിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ചക്രവർത്തിയോട് ചെന്ന് പറയേണ്ടത് എന്ന് 3 പേരും ഏകസ്വരത്തിൽ ദൃഢപ്രതിജ്ഞ എടുത്ത് അവർ വിശ്രമിക്കാനായിട്ട് അവരുടെ 3 റൂമിലേക്ക് പോയി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു ചക്രവർത്തിയുടെ കഥയുടെ സെക്കൻഡ് പാർട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനിവിടെ തൽക്കാലം ഈ ഒരു സ്റ്റോറിക്ക് ഞാൻ വിരാമമിടുന്നു. നമുക്ക് ഒരുമിച്ച് പറയാം നമ്മുടെ ചാനലിൻ്റെ ആപ്തവാക്യമായ ലോക സമസ്ത സുഖിനോ ഭവന്തു.